ബാങ്കോക്ക്, സ്വപ്നങ്ങളുടെ മഹാനഗരം, കെട്ടുകഥകളെ വെല്ലുന്ന യഥാർത്ഥ കഥകൾ അരങ്ങേറുന്ന അത്ഭുതങ്ങളുടെ നഗരം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതൊരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥയാണ്. വെട്ടിയാൽ വാൾ മുറിയാത്ത, ചോര കണ്ടാൽ തല കറങ്ങുന്ന ഒരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥ. അയ്യോ, അങ്ങനല്ലേ? പഠിച്ചോനെ പേജ് മാറിയോ? അങ്ങനെ അല്ലാതെ പേജ് മാറിപ്പോയതാണ് പോലെ. ഇത് ഒരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥയാണ്. ഇത് വെട്ടിയാൽ സോറി, ഇത് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ കാണുന്നതാണ് നല്ലത്. ഈ മരുന്നൊന്ന് കുടിച്ചാൽ പൊക്കോണം. മരുന്ന് കുടിച്ച് എന്റെ വയ്യായ്ക്ക് മറന്ന് നിന്നോട് ആരാണ് പറഞ്ഞു? ഈഡിയറ്റ്. അത് പോയതാ ഇതിനൊക്കെ കാരണം. ബാപ്പ മയ്യത്താവും മുമ്പ് പ്രത്യേകം പറഞ്ഞതാ, യാതൊരു കാരണവശാലും അത് കൈവിട്ട് കളയരുതെന്ന്. ഒരു കാര്യമില്ലാതെ അതെന്നാ ബോട്ടി കൊണ്ടുപോയത്. അവന്റെയൊക്കെ ഒരു പാർട്ടി. എല്ലാം പറഞ്ഞു വെള്ളത്തിലായപ്പോ സമാധാനമായല്ലോ. അത് പോയ നിമിഷം മുതൽ തുടങ്ങിയതാണ് കഷ്ടകാലം. ബോസ്, അതുപോലത്തെ ഞങ്ങള് നീയൊക്കെ ഒലത്തും. മാസം 3 ആയില്ലേ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. ഇതുപോലൊന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ അവനെ കൊണ്ടേ പറ്റൂ. വിളി അവനെ. ബോസ്, അവന് ഭ്രാന്ത്. നോ, അവൻ വരണം, എന്നാലേ നടക്കൂ. വിളിക്കാൻ. ബായ്, എന്തു പറ്റി ബായ്? പറ ബായ്, ബൈക്ക് എന്താണ് പറ്റിയത്? കേൾക്കുമ്പോ ഞാനൊരു വലിയ അന്ധവിശ്വാസിയാണെന്നൊക്കെ നിനക്ക് തോന്നും. പക്ഷെ എനിക്ക് നീ ഒരു സാധനം കൊണ്ടുവന്ന് തരണം. നിന്റെ ഈ ബായ് ആരോഗ്യത്തോടെ നടന്നു കാണണേല്. ബായ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, സംഗതി എന്താന്ന് മാത്രം പറഞ്ഞാ മതി. ഇത്രയുള്ള ഇത് ഞാൻ ഏറ്റി ആമസോൺ മുതലിട്ട് തുടങ്ങും. മട്ടാഞ്ചേരിയിൽ വെട്ടുകൊണ്ട് ചായം കിടന്ന് എന്നെ രക്ഷിച്ച് ബാങ്കോക്കിൽ കൊണ്ട് വലിയ ആളാക്കി എന്റെ കടപ്പാട് കൊണ്ട് മാത്രം പറയണല്ല. നിങ്ങൾ എന്റെ ദൈവമാണ്. ഈ ഭൂമി തിരിച്ചു വെച്ചിട്ടാണെങ്കിലും ആ സാധനം ബായുടെ കൈ കൊണ്ടു വെച്ചിരിക്കും. ആ സാധനത്തിന്റെ പേരെന്താന്നാ പറഞ്ഞ? ആ സാധനത്തിന്റെ പോ. അല്ല, അപ്പൊ എനിക്കില്ലേ? ആദ്യം ഓട്ടർപട്ടിയെ പേര് കേട്ടെ പോടാത്തോലി. ഇതുവരെ രക്ഷപ്പെട്ടു. പക്ഷെ ഈ വലിയില് പൊട്ടും. ഉറപ്പല്ലേ? ജെറ്റിയുടെ എലാസ്റ്റിക് വരെ പൊട്ടും. ഉറപ്പാ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. മദ്യരുന്ന വളരെ യുദ്ധം. ഈ യുദ്ധം അമാരെ അണ്ടങ്കിരട്ട് കാര്യമുള്ളൂ. അവസാനം ക്യാപ്റ്റൻ കളത്തി വാള് വെക്കൂ. എടാ, ഇമാര് തൂക്കത്തിൽ തടിപ്പോണിച്ചെന്നുറപ്പാ. എല്ലാത്തിനും തടി പോക്കം കണ്ടില്ല.
മക്കളെ വലിച്ചു വലിച്ച് ട്രൗസർ കീറണ്ട കേട്ടോ. വേണമെങ്കിൽ ഒരു ബലത്തിന് 4 സ്നഗ്ഗി വാങ്ങി കെട്ടിക്കോ. വിട്ടേക്ക് ചേട്ടാ, പിള്ളേര് വലിക്കുവിനെ പേടിക്കും. ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നിട്ട് വലിക്കാണ്ട് പോയ മോശമല്ലേ? സംഘാടകരുടെ അടുത്ത് പിടിയുണ്ടെങ്കിൽ ഏത് പട്ടിക്കും തൂക്കത്തിൽ തട്ടിപ്പ് കാണിച്ചതുപോലത്തെ ജുറാസിക്കളെ കളത്തിലിറക്കാൻ പറ്റും. എന്താ എന്റെ പിള്ളേരെ തൊടണമെങ്കിലേ നീയൊക്കെ കുറച്ചുകൂടി മൂക്കണം. എന്നാ കണ്ടോടാ മൂപ്പ്. എന്താ ഈ കാണിക്കുന്നത്? ഈ ആവേശം ഫീൽഡിൽ കാണിച്ചാൽ മതി. മത്സരം തുടങ്ങാറായി. ഒന്ന് വന്നേ. ഇപ്പൊ നടുവ് ഓരോ നടരാജ വിഗ്രഹങ്ങൾ. എന്നാത്തിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ആരെങ്കിലും ചന്ദ്രത്തിൽ അടിച്ചിട്ടോ? ഈ നടും വെച്ചോണ്ട് എന്തിനാ ഷാജേട്ടാ തൊഴിക്കാൻ പോയെ? പതുക്കെ തല കറക്കുന്ന പോലെ. ഇനി എണീക്കോ ഷാജേട്ടാ? ഓ യൂണിഫോം എടുത്തിട്ടാ എന്നെ രക്ഷിക്കാൻ മക്കളെ. ഷാജിയേട്ടന്റെ ഈ വയ്യാത്ത നടുവിനെ വിചാരിച്ചെങ്കിലും നിങ്ങളെ മത്സരത്തിൽ ജയിക്കണടാ. ഉറപ്പായിരുന്നു ഷാജേട്ടാ. ഇവിടെ ഒന്ന് പിടിച്ചേ. കർത്താവേ അബൂ അപ്പോ ഷാജി പാപ്പ പോയടാ. എന്റെ ഷാജിയേട്ടനെ തൊട്ടോമാരെ ഞാനിന്ന് കൊല്ലു. അവനെ പിടിച്ചു നിർത്തല്ലെങ്കിൽ എന്റെ നടുവ് ഇനിയും പോകും. അവൻ പോയോ? പോയി ഷാജേട്ടാ, പോയി അഴിച്ചെടുത്തിട്ടാ. ദേ പോയി. പ്രിയമുള്ള നാട്ടുകാരെ, വെള്ളച്ചിമൂല ജനതാ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 17 വർഷമായി നടത്തിവരുന്ന പട്ടിത്താനം കൊച്ചേട്ടൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും 22,222 രൂപയ്ക്കും ഒരു കൂറ്റൻ കുട്ടനാടിനും മുട്ടനാടിനും വേണ്ടിയുള്ള അഖില ഹൈറേഞ്ച് വടംവലി മത്സരം അതിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. ഈ ഫൈനലിലെ സിംഗിൾ റൗണ്ട് പോരാട്ടത്തിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായി ചാമ്പ്യൻ പട്ടം സ്വന്തം അലമാരിയിൽ എത്തിച്ച കിങ് ഫറവോ. നല്ലൊരു കയ്യടിയോടെ നമുക്ക് വരവേൽക്കാം. ഒപ്പം ടൂർണമെന്റിൽ അട്ടിമറികളിലൂടെ ടൂർണമെന്റിന്റെ പൊന്നോമനകളായി മാറിയ വിന്നേഴ്സ്